ഇടവൻ രാശിയിൽ ജന്മനക്ഷത്രം കാർത്തിക അവസാന ഭാഗം, രോഹിണി മകയിരം ആദ്യ ഭാഗം. പ്രധാന ഫലം: സാമ്പത്തിക സുസ്ഥിരതയും ജോലിയിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. എന്നാൽ സാമൂഹ്യ ബന്ധങ്ങളിൽ വിശ്വാസഭംഗം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പ്രണയ ജീവിതത്തിൽ ആശയവിനിമയം പ്രധാനമാണ്. ആരോഗ്യത്തിൽ പോഷകാഹാര ക്രമീകരണം അനുസരിക്കുക. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിദ്യാഭ്യാസത്തിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ശ്രദ്ധയും സ്ഥിരതയും ആവശ്യമാണ്. മിഥുനൻ രാശിയിൽ ജന്മനക്ഷത്രം മകയിരം അവസാന ഭാഗം, തിരുവാതിര പുണർദം ആദ്യ ഭാഗം. പ്രധാന ഫലം: ബുദ്ധിശക്തിയും പുതിയതും പ്രയോജനപ്രദവുമായ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവും ഉയർന്ന നിലയിലായിരിക്കും. പുതിയ ബിസിനസ് ആശയങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം അല്ലെങ്കിൽ യോഗ പരിശീലനം സഹായിക്കും. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വിവേകത്തോടെ മുന്നോട്ട് പോവുക. കർക്കിടകൻ രാശി ജന്മനക്ഷത്രം പുണർദം അവസാന ഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാർക്ക്. പ്രധാന ഫലം: കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും പ്രതീക്ഷിക്കാം. സ്വത്ത് സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. ആരോഗ്യപരമായി നോക്കുമ്പോൾ പഴയ രോഗങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടേക്കാം. ഡോക്ടറുമായി കൂടുതൽ ചർച്ചകൾ നടത്തുക. തൊഴിൽപരമായി നോക്കുമ്പോൾ സഹപ്രവർത്തകരുമായി സഹകരണം വർദ്ധിപ്പിക്കുക. പ്രോജക്റ്റുകൾ വിജയിക്കാൻ സാധ്യതയുണ്ട്.